അമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ആപ്പനെ കാണാൻ വന്നതാണോ ഇല്ലേ ആപ്പനെ നശിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതിന് രണ്ടാൾക്കും ദേഷ്യം വന്ന് അന്നേരം അമ്മയിനോട് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു. എന്താ അമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ അച്ഛൻ വേറെ ആപ്പൻ വേറെ എന്ന് ഞങ്ങൾ കണ്ടിക്കില്ല. ഞങ്ങൾ അച്ഛനും ഞങ്ങൾ ആപ്പനും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ എന്ത് നശിപ്പിച്ചാൽ നിങ്ങൾ പറയുന്നത്? ആപ്പൻ ഇതിൻ്റെ മുന്നേ മദ്യപിക്കലില്ലേ? ഞാളാണോ ആപ്പനെ കുടിപ്പിച്ചത്? ആപ്പൻ ഞാൻ ചെറിയ കൊച്ചാണോ? ഞാൾ കൈ പിടിച്ച് വായിൽ ഒഴിച്ചു കൊടുത്തതാണോ? ആപ്പൻ മദ്യപിക്കുന്ന ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിഞ്ഞൂടെ? അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഏട്ടന്മാർ ദേഷ്യപ്പെട്ട്. എന്നിട്ട് അമ്മ പറഞ്ഞ്, ഒരു മാസമായി കുടിക്കാത്ത മനുഷ്യനെയാണ് ഇപ്പോൾ കുടിപ്പിച്ച് മാവിൻ്റെ ചോട്ടിൽ ഇരുത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞ്. അതിന് വലിയേട്ടൻ പറഞ്ഞ്, ഞങ്ങളിവിടെ വന്നത് അമ്മയ്ക്കിഷ്ടമായില്ലെന്ന് തോന്നില്ലേ? ഞാൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇവനോട് പറഞ്ഞതാ, ഇടാ വേണ്ട അവിടെ പോണ്ട എന്ന് ഞാൻ പറഞ്ഞ്. പക്ഷെ ഇവൻ അത് കേട്ടില്ല. ഇവനിത് കിട്ടണം, ഓന് മാത്രമല്ലല്ലോ എനക്കും കൂടെയല്ലേ കിട്ടുന്നത് എന്ന് പറഞ്ഞ്. അതിന് അമ്മ അങ്ങോട്ട് മറുപടി പറഞ്ഞു, നീ ഇത്രമാത്രം പറയാൻ ഞാൻ എന്തെന്നാ നിങ്ങളെ പറഞ്ഞത്? നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തെറ്റായി തോന്നില്ലല്ലേ എന്ന് പറഞ്ഞ്. അതിന് അവരിങ്ങോട്ട് പറഞ്ഞ്, ഇല്ല, ഞങ്ങൾ ചെയ്തത് തെറ്റെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങന്ന് വന്നതല്ലേ, ഒരു സന്തോഷത്തിന് കുറച്ച് ആപ്പൻ മദ്യപിച്ച് ഞങ്ങളെ കൂടെ. ഇതിലെന്തിരിക്കുന്നു? ഇത് എല്ലാ വീട്ടിലും നാട്ടിലുള്ളതല്ലേ, ഇത് പുതിയതായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് അമ്മ മറുപടി പറഞ്ഞു, ഉണ്ടാക്കുമോ ഇല്ല ഉണ്ടാക്കില്ലയോ അതല്ല ഇവിടെ കാര്യം. എനക്കും കുട്ടിക്കും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇത്രയും കാലം അടിയും പിടിയും കച്ചറയും തന്നെയാണ്. ഈ ഒരു മാസമാണ് ഒരു സമാധാനത്തോടെ ഇവിടെ നിന്നത്. അത് നിങ്ങൾക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞ്. അന്നേരം മൂത്ത ഏട്ടൻ പറഞ്ഞ്, എടാ എൻ്റെ ഡ്രസ്സൊക്കെ ബാഗ് എടുക്ക്, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ നായ്ക്കളൊന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, കുറച്ച് മാനങ്ങളൊക്കെ വേണം, നമുക്കിവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ്. എന്നിട്ട് പോകുമ്പോൾ സെൽവീൻ്റെ കയ്യിൽ വലിയ ഏട്ടൻ 20, ചെറിയ ഏട്ടൻ 20, അങ്ങനെ 40 രൂപ ഇങ്ങോട്ട് നീട്ടി. മോളെ ഇതാ പിടിച്ചോ, ഏട്ടന്മാർ പോവാണ്, ഇനി നിന്നെ കാണാൻ വരില്ല. ഇവിടെ വരുന്നത് എൻ്റെ അമ്മയ്ക്കത് ഇഷ്ടമായില്ല. ഞങ്ങൾ ആരാന്ന് നിനക്കറിയോ? അമ്മ അത് എന്നോട് പറഞ്ഞു കൊടുത്തോ, പഠിപ്പിച്ചോ? ഞങ്ങൾ ആരാന്ന് നിനക്കറിയില്ലല്ലോ എന്ന് കുട്ടീനോട് ചോദിച്ചു. കുട്ടി അതിന് പറഞ്ഞ്, എനിക്കറിയാം ഏട്ടാ, നിങ്ങൾ ഏട്ടന്മാരല്ലേ എന്ന് പറഞ്ഞ്. അത് മതി മോളെ, ഈ ഏട്ടൻ എവിടെ ഉണ്ടെങ്കിലും നീ ഞങ്ങളെ പെങ്ങളാണ്. എപ്പം എനിക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഏട്ടന്മാരോട് നീ പറഞ്ഞാൽ മതി. നീ ഒറ്റയ്ക്കാന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട, നിനക്ക് ഏട്ടന്മാരുണ്ട്. ഇനിയും ഏട്ടന്മാരും ചേച്ചിമാരും കുറേ ആൾക്കാരുണ്ട്. നീ ആരുമില്ലാത്ത ഏകനൊന്നുമല്ല. നീ അങ്ങനെ വിചാരിച്ച് ബേജാറാവൊന്നും വേണ്ട. നിനക്ക് ഞങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാ എന്ന് പറഞ്ഞ് ആ പൈസ കുട്ടീൻ്റെ കയ്യിലേക്ക് തന്ന്. കുട്ടി അത് വാങ്ങുന്നില്ല. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട്, ആര് എന്ത് കൊടുത്താലും വാങ്ങാൻ പാടില്ല, ഞാൻ പറഞ്ഞാൽ മാത്രം വാങ്ങണമെന്നാണ് അമ്മേൻ്റെ വാക്ക്. അതുകൊണ്ട് സെൽവി ആരെന്ത് കൊടുത്താലും വാങ്ങില്ല. അന്നേരം പൈസ വാങ്ങാത്തതുകൊണ്ട് അമ്മ പറഞ്ഞോ വാങ്ങണ്ടെന്ന് എന്ന് ഏട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു. ഇല്ല ഏട്ടാന്ന് പറഞ്ഞത്. ഇല്ല, അമ്മ പറഞ്ഞിട്ടില്ലെന്ന്. അന്നേരം ഏട്ടൻ അമ്മേനോട് ചോദിച്ചു,
അമ്മേ, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. നിങ്ങൾ അമ്മയും ആപ്പനല്ല, എൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ പെങ്ങളാണ്. ഓളെടുത്ത് ഈ പൈസ വാങ്ങിക്കോളാൻ പറ. ഞാൻ അന്യനല്ല, ഓൾ ആങ്ങളല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞ് വാങ്ങിക്കുമെന്ന്. എന്നിട്ട് ആ 40 റുപ്യ കുട്ടിക്ക് തന്നവർ. മോളെ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ ഇരിക്കുന്നില്ലേ. അന്നേരം അച്ഛൻ ചോദിക്കുന്നത്, എടാ മക്കളെ, ഈ രാത്രിക്ക് എവിടെയാണ് നിങ്ങൾ പോകുന്നത്? രാവിലെ പോവാടാ, ഇവിടെ ഇരിക്കി എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് ഏട്ടന്മാർ പറഞ്ഞ്, അപ്പാ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ പെണ്ണുങ്ങളല്ല, പെൺകുട്ടികളല്ല, ഞങ്ങൾ ആൺകുട്ടികളല്ലേ. അത് മാത്രമല്ല, ഞങ്ങൾ മുതിർന്നവരല്ലേ, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, നമുക്ക് എല്ലാ സ്ഥലവും ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഈ മദ്യം ഞങ്ങളെ കൂടെ ആപ്പൻ മദ്യപിച്ചതാണ് ഇപ്പം പ്രശ്നം. സാരമില്ല, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പൻ ഞങ്ങളോട് പൊറുക്കണം. ഞാൻ പറഞ്ഞില്ലടാ മോനെ, നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നത് എന്ന് അച്ഛൻ പറയുന്നു. പിന്നെ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ കച്ചറ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഓലത് അവിടെ പറഞ്ഞില്ല. ശരിയാപ്പാ, എനിക്ക് നാളെ കാലത്ത് അവിടെ ഒരു പണിയുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്, എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഓലങ്ങ് പോയി. അച്ഛൻ കുറച്ച് ലോഡല്ലേ, അന്നേരം പതുക്കെ എണീച്ച് വന്ന് കൊലായി കിടന്ന്. അമ്മ വാതിൽ പൂട്ടി, അച്ഛൻ പുറത്താണ് കിടക്കുന്ന കൊലായിൽ. ഇത് ഫുള്ളും തളിയിക്കണ്ടല്ലേ, അതൊന്ന് മറ്റേ ഈ മഞ്ഞിൻ്റെ തണുപ്പ് കൊണ്ട് അതങ്ങ് തെളിയട്ടെ എന്ന് വെച്ചിട്ട് പുറത്തിട്ട്. പിറ്റേ ദിവസം രാവിലെ ആയി. അച്ഛനെ എപ്പോഴും നേരത്തെ എണീക്കുന്ന സ്വഭാവമാണ്. ഒരു 5:30 മണിക്കെല്ലാം അച്ഛൻ എണീക്കും. അമ്പലത്തിൽ പാട്ട് വെക്കൂലേ, അത് കേൾക്കുമ്പോൾ അച്ഛൻ എണീക്കും. അപ്പോൾ രാവിലെ അമ്മ എണീച്ച് വീട്ടിൽ പണികളുണ്ടാവുമല്ലോ, എല്ലാ പണിയും ചെയ്ത് കച്ചവടത്തിന് പോകാൻ തുടങ്ങി. അപ്പോൾ പോവാൻ നോക്കുമ്പോൾ ഒരു ചെറിയ വാക്കുവാദം ചെയ്ത് രണ്ടാളും. ഇനി ഏട്ടൻ്റെ മക്കൾ, അനുജൻ്റെ മക്കൾ, പെങ്ങളെ മക്കൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും കയറ്റി ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഇവിടെ ഷീറ്റില്ല. വേറെ ഒരു വീട് നോക്കിക്കൊള്ളണം. ഈ വല്ലവരും വരുന്നതിന് എല്ലാവർക്കും വെച്ചാനും വിളമ്പാനും ഓലെ ഉടുത്തത് അലക്കി കൊടുക്കാനും. ഞാനൊന്നും ഓലെ പണിക്കാർത്തിയല്ല, എന്നെ ശമ്പളം കൊടുത്തിട്ടല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. വരുന്നവർക്കും പോകുന്നവർക്കും ഇങ്ങനെ സർവീസ് ചെയ്യേണ്ടതല്ല എൻ്റെ പണി എന്ന് പറഞ്ഞ്. ഞാനൊരു സ്ത്രീയാണെന്ന് ആരും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, അവരവരെ കാര്യങ്ങൾ കഴിഞ്ഞാൽ മതിയല്ലോ, സ്വന്തം കാര്യം സിന്താബാറാക്കി പോയാൽ മതിയല്ലോ. ആരെങ്കിലും ഇവിടെ നയിച്ചോട്ടെ, ഇവിടെ നയിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ആർക്കെങ്കിലും നന്ദിയുണ്ടോ? ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ എന്ന് അമ്മ പറഞ്ഞ്. പിന്നെ അച്ഛൻ വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ അങ്ങനെ സംസാരിക്കില്ല. അന്നേരം പറഞ്ഞ്, ഓ നിനക്കിപ്പോൾ അതൊക്കെ വേണമല്ലേ, നന്ദിയും വിശ്വാസമൊക്കെ, അത് എവിടെയാ കിട്ടുക? നീ പറ, വേണേ 2 കിലോ നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛൻ കളിയാക്കി. അമ്മോ, ഈ ഭദ്രകാളിൻ്റെ അടുത്തത് പറഞ്ഞത് ആ അപ്പാടോ അച്ഛനെ കൊള്ളപ്പാഞ്ഞ്. ഇപ്പോൾ ഞാനൊരു കളിപ്പാവയായിപ്പോയി നിങ്ങൾക്കല്ലേ, എന്നെ വിലയില്ലാലോ, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ് അമ്മ. അച്ഛൻ പറഞ്ഞ്, രാവിലെ തന്നെ തുടങ്ങല്ല, പണിക്ക് പോകണോ ഇല്ല കച്ചറ ഉണ്ടാക്കണോ, നീ പറ, നീ തീരുമാനിക്ക്, നമുക്കതുപോലെ ചെയ്യാം എന്ന് അച്ഛൻ പറഞ്ഞു. അന്നേരം കല്യാണി അമ്മ അടുത്ത വീടല്ലേ പറഞ്ഞേ, തായമ്മേ മിണ്ടല്ല, നീ രാവിലെ തന്നെ എന്തിനാ ഈ തൊണ്ട കുളക്കുന്നത്? പണിക്ക് പോവുകയാണെങ്കിൽ 2 പണിക്ക് പോയിട്ട് വാടോ, വെറുതെ രാവിലെ തന്നെ തുടങ്ങുന്നു ഈ റേഡിയം തുറന്നുണ്ടേറ്റോട്ട് എന്ന് കല്യാണി അമ്മ പറഞ്ഞു. അതിന് മറുപടി അമ്മ അങ്ങോട്ട് പറഞ്ഞ്, അപ്പോൾ ഇവരെ ഏട്ടൻ്റെ മക്കൾ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലല്ലേ എന്ന് പറഞ്ഞ്.
ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.